അസ്സലാമലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചിക്കൻ പെട്ടെന്ന് കറി വയ്ക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ കുറച്ചധികം ചിക്കൻ ഉണ്ടായിരുന്നു. അത് നല്ല കഷ്ണങ്ങളൊക്കെ എടുത്ത് ഞാൻ വറുത്തു. ബാക്കി കുറച്ച് ചിക്കൻ്റെ ഇത് മാറ്റി വെച്ചതാണത്. അപ്പോൾ അതെടുത്ത് നമുക്ക് കറിയാക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇതിൻ്റെയൊക്കെ പാടയുണ്ട്. ആ പാടയൊക്കെ ഒന്ന് പറിച്ചളഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഈ പാടയൊക്കെ പറിച്ചളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ട് വരാം. നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വാരിയെടുത്തിട്ടുണ്ട്. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ചിക്കൻ വറുത്ത എണ്ണയായിട്ട് ഒഴിച്ചു കൊടുക്കണത്. അപ്പോൾ ചിക്കൻ വറുത്തത് ഇപ്പോൾ വറുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ചിക്കൻ്റെ വറുത്ത എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടി ഞാൻ ചോപ്പറിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല. തക്കാളി ഇടല്ല കേട്ടോ. തക്കാളി ഇവിടെ മൂത്തയാൾക്ക് ഇഷ്ടമല്ല കറിയിലിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തക്കാളി ഇടല്ല. അതാണ് പൊടികൾ വേഗം ഇട്ടത്. അപ്പോൾ നമുക്കിത് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിവിടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.
നല്ല അടിപൊളി പാകത്തിന് കൊഴുപ്പിലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക, വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് നമുക്ക് മല്ലിയിലയുടെ വിതറി കൊടുക്കാം. മല്ലിയിലയും കറിവേപ്പിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.